ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ നമ്മൾ വാഴ്ത്തപ്പെടുന്നതാകട്ടെ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ തിരിച്ചറിയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് വാഴ്ത്താവുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സമർപ്പിച്ച് ചെയ്യുന്നത് ആത്മീയാരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശേഷത കർത്താസമാണ് കർത്താവായ നാമത്തിൽ സ്നേഹബന്ധത്തെ ഞാൻ പാടക്കാട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോടും കവിഞ്ഞ ദൈവാശ്രയത്തോടും ഇന്ന് പോലെ തുറന്ന നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി തിരുമുഖത്തേക്ക് നോക്കുവാൻ അവിടെ ആക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവകാരണം കൽപ്പിച്ച നമുക്ക് ദൈവജനത്തിൽ പാചാരിക്കാം. കഴിഞ്ഞ ആഴ്ച ദിവസം കൊണ്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ദൈവത്തിന്റെ പെരുമാറ്റം വാസ്തവമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കർത്താവിടെ ആക്കി. ഇന്ന് പകൽ തുറന്ന നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്നത് ഏറ്റവും സന്തോഷവും ആശ്വാസമാകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവജനത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ച അനുഗ്രഹിക്കുന്ന സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിലെ ഒരു പ്രത്യേക ചിന്തയും വെക്കുവാനാണ് ഇന്ന് പകൽ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേമം വന്നത്. ഈ സങ്കീർത്തനം ഞാൻ വേഗത്തിൽ എൻ്റെ പശ്ചാത്തലം ഓർമ്മിച്ച വിഷയത്തിലേക്ക് കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ ധാരാളം അനുഭവിച്ച കാലഘട്ടങ്ങളുണ്ട്. അതിലൊരു കാലഘട്ടത്തിൽ തന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെ വന്ന് ഉപദേശിച്ച് തന്നോട് ചിലർ പറയുന്ന ചില വാക്കുകളും താൻ കൊടുക്കുന്ന മറുപടി, അതിനുശേഷം താൻ പാടിയ പാട്ടാണ് 11-ാം സങ്കീർത്തനം. ശൗല് എന്നെ കൊല്ലാൻ പദ്ധതിയിട്ടപ്പോൾ തന്നോട് തന്റെ സഹോദരങ്ങൾ പറഞ്ഞൊരു വാക്കാണ്. 1-ാമത്തെ വാക്യം വായിച്ചോളൂ. ദാവീദിന്റെ അടുത്ത് വന്നേച്ച് തന്റെ സ്നേഹിതന്മാർ പറഞ്ഞു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോവുകയും, മൂലഭാഷയിലും മറ്റു ഭാഷാന്തരങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷിയെ പോലെ ഒരു പർവ്വതത്തിലേക്ക് നീ പറന്നു പോയാൽ നിനക്ക് നല്ലതാണ്. ഇവിടെ നിന്നാൽ ശൗൽ നിന്നെ കൊല്ലും. അതുകൊണ്ട് പക്ഷിക്ക് ചവട് അപകടം മണക്കുമ്പോൾ പക്ഷി പറക്കുന്നത് പോലെ ദാവീദ് നീ പക്ഷിയെ പോലെ ഒരു പർവ്വതത്തിലേക്ക് പറന്നു പോകണം. 1-ാം വാക്യത്തിൽ അവരോട് പറഞ്ഞ വാക്കാണ്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. മറുപടി അവര് പറഞ്ഞതാണ്, നീ പക്ഷിയെ പോലെ പറന്നു പോവുക. അടുത്ത വാക്യം, ഓൾറെഡി നിന്നെ കൊല്ലാൻ പദ്ധതി, അവർ വില്ല് കുലച്ച് അസ്ത്രം ഞാൻ നിങ്ങൾ തൊടുത്തിരിക്കുക. എപ്പോൾ വില്ല് കുലയ്ക്കും അല്ലെങ്കിൽ ആ അസ്ത്രം തൊടുത്തു വിടും അറിയത്തില്ല. അതാ ഏത് നിമിഷം നിന്റെ മുമ്പിൽ മാറാം. ഇതാണ് എനിക്ക് കൊടുത്ത മറുപടി. എന്നാൽ താൻ വീണ്ടും അവരോട് പറയുന്ന വാക്ക് അടുത്തത്, അല്ല അവർ തന്നെ പറയുന്ന വാക്കാണ് അടുത്തത്. അവിടെ പറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവർ തമ്മിൽ സ്നേഹിതന്മാർ ദാവീദിനോട് ചോദിക്കുന്ന ചോദ്യം ദാവീദിന് കൊടുക്കുന്ന മറുപടി. ഇത് ആ ചോദ്യോത്തരമല്ല, അതിനുശേഷം പാടിയ പാട്ടാണ്. അവർ പറഞ്ഞു, അടിസ്ഥാനം മറന്നുപോയി, നീ എങ്ങനെ നിൽക്കും? അതായത് അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നീ ശൗലിന്റെ കൊട്ടാരത്തിലെ കിന്നരമായാക്കാൻ ശൗൽ നിന്റെ ശത്രുവായി മാറും. നിന്റെ അടിത്തറ എന്ന് പറയുന്നത് ശൗൽ. പക്ഷേ ആ അടിസ്ഥാനം മറിഞ്ഞു പോയി, നിനക്ക് ഇനി നിൽക്കാൻ മാർഗമില്ല. തന്റെ മറുപടി കൊടുത്തു പോയി. അടുത്ത വാക്യം, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അടിസ്ഥാനം മറിഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് കൊടുത്ത മറുപടി, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ. അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞാൽ ആശയത്രേ ഉള്ളൂ. എന്റെ അടിസ്ഥാനം ഈ ഭൂമിയിലെ ഒരു വ്യക്തിയിലല്ല, ആ ശൗലിനേക്കാവിലല്ല. എന്റെ അടിസ്ഥാനം ഇവിടെ സ്വർഗത്തിൽ. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവന്റെ കൺപോളകൾ അവിടെ പറയുകയാണ്, നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിലല്ല ഞാൻ നിൽക്കുന്നത്. എന്റെ പശ്ചാത്തലം വായിക്കണ്ട, പറഞ്ഞുവിടാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് വീണ്ടും വായിച്ചു നോക്കുക. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ആ സമയത്ത് ശൗലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയി. ഇപ്പോൾ ആരും വായിക്കേണ്ട, ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. നിങ്ങൾ വീണ്ടും വായിച്ചു നോക്കണം. ശൗലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയപ്പോൾ തൈലക്കൊമ്പിൽ തൈലവുമായി ചെന്ന ദാവീദിനെ ദൈവം
അഭിഷേകം ചെയ്തു രാജാവായി. നമ്മുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശൗലിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയി, ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ആ സമയത്ത് ശൗൽ രാജാവിന്റെ മേൽ ഒരു ദുരാത്മാവ് കയറി. ഈ ദുരാത്മാവ് കയറി താൻ അതും ഇതും കാട്ടിക്കൂട്ടിയപ്പോൾ കൊട്ടാരത്തിൽ അന്നത്തെ രാജാവാ. ആൾക്കാർ പറഞ്ഞു, ഈ ദുരാത്മാവ് ഇറങ്ങാൻ ഒരു കിന്നരം വായനക്കാരനെ കൊണ്ടുവരണം. അദ്ദേഹം നന്നായി കിന്നരം വായിക്കുമ്പോൾ ഈ ദുരാത്മാവ് വിട്ടുപോകും. പെട്ടെന്ന് ആൾക്കാർ പറഞ്ഞു, ഇസ്രായേൽ ഇളയമായി, അവൻ ഭയങ്കര കിന്നരം വായനക്കാരനാണ്, അതിനകത്ത് നിപുണനാണ്, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ദാവീദിനെ അവിടെ കൊണ്ടുവന്നു. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ഈ ദുരാത്മാവ് വിട്ടുമാറും. അല്പം കഴിഞ്ഞ് വീണ്ടും ദുരാത്മാവ് വരും, വീണ്ടും ദാവീദിനെ വരുത്തുന്നു. ഇങ്ങനെ പലതവണയായപ്പോൾ ശൗൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവനെ സ്ഥിരം സ്റ്റാഫ് ആക്കിയേക്കാം, വല്ലപ്പോഴും വന്നു പോകണ്ട, ഇവൻ സ്ഥിരം കൊട്ടാരത്തിൽ പാർത്തോട്ടെ. അങ്ങനെ ദാവീദിനെ അവിടുത്തെ സ്ഥിരം ജോലിക്കാരനായി, കൊട്ടാരത്തിലെ ശമ്പളക്കാരനായി ദാവീദിനെ നിയമിച്ചു. തനിക്ക് കൊടുത്ത ജോലിയാണ് കിന്നരമായ. ഈ എപ്പോൾ ദുരാത്മാവ് വരുന്നോ അപ്പോൾ ദാവീദ് കിന്നരമായ പറഞ്ഞു. ഈ ദുരാത്മാവ് വിട്ടുമാറും. നമുക്ക് ഒത്തിരി വിഷയങ്ങളുള്ളവരെ ഒത്തിരി അറിയാതെ പെട്ടെന്ന് പോകട്ടെ. ഈ ദുരാത്മാവിനെ കുറിച്ച് ഒരു വാക്യം പറഞ്ഞോട്ടെ. ദൈവം വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ്, നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ ആത്മാവ് എപ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകുന്നോ അപ്പോൾ ഞാൻ അറിയാതെ ദുരാത്മാവ് എന്റെ ഉള്ളിൽ കയറും. ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ ആത്മാവ് എപ്പോൾ മാറുമോ അപ്പോൾ ദുരാത്മാവ് കയറും. ഏതെങ്കിലും ഒന്ന് അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയത്തില്ല. ദൈവത്തോട് ചോദിക്കണം, അതിന് ചില തെളിവുകളുണ്ട്, അതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ദുരാത്മാവ് വന്ന് ആ ദുരാത്മാവിനെ തുരത്താൻ ദാവീദിനെ അവിടുത്തെ സ്ഥിരം ജോലിക്കാരനാണ്. അപ്പോൾ ദാവീദിന്റെ ഇപ്പൊ അടിസ്ഥാനം ഇവിടെ നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, ദാവീദേ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. നിന്റെ അടിത്തറ എന്ന് പറയുന്നത് കൊട്ടാരമാണ്, ശൗൽ രാജാവാണ്. ആ രാജാവിന്റെ കൂടാണ് നിൽക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ആ ആൾക്കാർ ദാവീദിനോട് പറഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 17-ാം അധ്യായം വന്നപ്പോൾ യുദ്ധം നടക്കുന്നു. ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയത്തിന്റെ വക്കിലെത്തിയപ്പോൾ ദാവീദ് അവിടെ വന്ന് രക്ഷപ്പെടുത്തി. 1 ശമൂവേൽ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പിന്നീട് വായിച്ചു നോക്കുക. ആ 18-ാം അധ്യായം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവിടെയുള്ള സഹോദരിമാരെല്ലാം ഒരു പാട്ട് പാടി. ശൗലിനെ കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ശൗലിന് ദാവീദിനോട് കല്ലുകടിച്ച് തന്റെ നേരെ പ്രശ്നമാണ്. മാത്രമല്ല അവിടെ വീണ്ടും പറയുന്നുണ്ട്, ദാവീദിനോട് അസൂയ തോന്നി. എന്നൊരു വാക്ക് ചോദിച്ചോട്ടെ, ഈ ദാവീദിനോട് ശൗലിന് അസൂയ തോന്നേണ്ട കാരണമുണ്ടോ? ശൗലിന് എത്ര പേര് കൊടുത്തു? ശൗലിന് 1000 കൊടുത്തു. ശൗൽ 1000 കൊന്നോ? ഒന്നിനെ കൊന്നില്ല. എന്നിട്ടും പോട്ടെ, രാജാവല്ലേ കണ്ട് ആൾക്കാർ പറഞ്ഞു അവൻ 1000 കൊന്നു. ദാവീദ് ഉടനെ ശൗലിനുണ്ടായിരുന്നത് എന്തുവാ? അവന് 10,000 കിട്ടി, എനിക്ക് എത്ര കിട്ടിയുള്ളൂ? എന്നെ 10,000 പുകഴ്ത്തി, അവനെ 10,000 പ്രാവശ്യം പുകഴ്ത്തി, എന്നെ 1000 പ്രാവശ്യം. ഞാൻ വീണ്ടും പറയുന്നു, ഇവന് ഒരു ബോണസ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തായിരുന്നു. ഈ മനുഷ്യന് നമുക്കറിയാമല്ലോ, ശൗൽ രാജാവിന് ആ പ്രശംസയ്ക്ക് പാത്രീഭൂതനല്ല, അതിന് അവകാശിയല്ല. പക്ഷെങ്കിൽ അവന് കൊടുത്തത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അന്നു മുതൽ ദാവീദിനെ കൊല്ലാൻ പദ്ധതിയിട്ടു. ദാവീദിനെ കൊല്ലാൻ പദ്ധതിയിട്ടിടത്ത് കൂട്ടുകാരെ വന്നിട്ട് പറഞ്ഞു, എടാ നീ ഓടിപ്പോക്കോ, നീ പർവ്വതത്തിൽ പോ. ഒരു പക്ഷിക്ക് ചടമുണ്ടെങ്കിൽ പക്ഷി പറന്നു പോകുന്നത് പോലെ നീ പൊക്കോ. നിന്റെ അടിസ്ഥാനം കൊട്ടാരത്തിന്റെ ജോലിയായിരുന്നു. ആ രാജാവ് നിനക്കെതിരായതുകൊണ്ട് നിന്റെ അടിസ്ഥാനം മറിയും. പക്ഷേ ദാവീദോട് പറയുന്ന വാക്ക്, എന്റെ അടിസ്ഥാനം അറിയത്തില്ല. കാരണം യഹോവ താൻ പറയുകയാണ് അടിസ്ഥാനം അറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ് അതെങ്ങനെ അറിയുന്നത്? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. താൻ പറയുകയാണ് ഈ ഭൂമിയിലെ അടിസ്ഥാനം അത് പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ ശരണമാക്കിയിരിക്കുന്ന
പറയുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. അവന്റെ സിംഹാസനം സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗത്തിലെ സിംഹാസനം വേണമെന്നില്ല. ഇന്ന് നമ്മുടെ ദൈവമക്കളെ വ്യക്തമായി ഓർമ്മിച്ചോട്ടെ, ഇവിടെ അടിസ്ഥാനമിട്ടവൻ ഈ ഭൂമിയിൽ ചിലതിലാണ് എന്റെ ആശ്രയമെങ്കിൽ, ഞാൻ ഇവിടുത്തെ ചിലതിലാണ് അടിസ്ഥാനമെങ്കിൽ അത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്റെ അടിസ്ഥാനം ഉയരത്തിലാണെങ്കിൽ അത് ഇളകിപ്പോകത്തില്ല. നമുക്ക് വലിയ ബോധ്യമുണ്ടാകണം. ഇന്നിപ്പോ ഈ വചനം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം, കർത്താവേ എന്റെ അടിസ്ഥാനം ഏത്? ഇവിടുത്തെ ചിലതിലാണോ അതോ നിത്യതയിലാണോ ഞാൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? ഈ സാഹചര്യത്തിൽ ഉറപ്പായിട്ട് പറയുകയാണ്, എന്റെ സിംഹാസനം, എന്റെ ദൈവം സ്വർഗത്തിലുണ്ട്, സിംഹാസനം സ്വർഗത്തിലാണ്, ഞാൻ ഇളകിപ്പോകത്തില്ല, ഞാൻ പക്ഷിയെ പോലെ ഓടിപ്പോകത്തില്ല. കുറച്ച് നിൽക്കും വീട് പറഞ്ഞോട്ടെ ദൈവമക്കളെ, നമ്മുടെ അടിസ്ഥാനം ദൈവത്തിലാണെങ്കിൽ, ഈ ഭൂമിയുടെ ചിലതിലാണെങ്കിൽ നമ്മൾ ഓടിപ്പോകേണ്ടി വരും. എന്നാൽ എന്റെ അടിസ്ഥാനം എന്റെ ദൈവത്തിലാണെങ്കിൽ എനിക്ക് ഓടിപ്പോകേണ്ടി വരത്തില്ല. ഒരു മനുഷ്യനിലാണെങ്കിൽ ആ മനുഷ്യന്റെ മുഖം എന്റെ നേരെ കറുത്താൽ എനിക്ക് ഓടിപ്പോകേണ്ടി വരും. പക്ഷെ എന്റെ അടിസ്ഥാനം എന്റെ ദൈവത്തിലാണെങ്കിൽ ആരൊക്കെ എനിക്കെതിരെ തിരിഞ്ഞാലും, ആരൊക്കെ എനിക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്റെ അടിസ്ഥാനം എന്റെ ദൈവത്തിലാണ്. നെഹമ്യാവ് മതിൽപണി തുടങ്ങിയപ്പോൾ നമുക്കറിയാം അവിടെ ഒരു പ്രത്യേക സംഭവം നടക്കുന്നുണ്ട്. മതിൽപണി ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് വരുന്നതെന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ വന്നേച്ച് പറഞ്ഞു, തന്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, നിന്നെ കൊല്ലാൻ ആള് വരുന്നു. എന്നിട്ട് 6-ാം അധ്യായം പുസ്തകം 10-11 വാക്യങ്ങൾ അപ്പൊ ക്ലിയറായിട്ട് ഒന്ന് വായിക്കാമല്ലോ. നിന്നെ കൊല്ലുവാൻ വരുന്നു. നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരുന്നു എന്ന് പറഞ്ഞ് നെഹമ്യാവോട് പറയുന്ന വാക്കുകളാണ്. അതിന് ഞാൻ എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? താൻ പറയുന്ന വാസനം, ഞാൻ ഓടിപ്പോകുന്ന ആളല്ല. കാരണം ആരെങ്കിലും എന്നെ കൊല്ലും തല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പോകുന്നില്ല. കാരണം ദൈവം ഒരു നിയമം തന്നെ വിട്ടു. നിയമങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ ആക്കിയപ്പോൾ ഒരു നിയോഗം തന്നു. നമ്മളെ ആക്കിയെങ്കിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തീകരിക്കാതെ ലോകത്ത് ഒരു ശക്തിക്ക് നമ്മളെ തൊടാൻ കഴിയത്തില്ല. ഇത് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടുകൊണ്ട് ഓടിപ്പോകരുത്. കാരണം എന്റെ അടിസ്ഥാനം എന്റെ ദൈവത്തിലാണെങ്കിൽ, എന്റെ ദൈവം എനിക്കൊരു നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ കർത്താവ് എന്നെ സഹായിക്കും. അതിന്റെ 15-ാം വാക്യം കൂടെ വായിച്ചോളൂ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് പൂർത്തീകരിച്ചു. ഓടിപ്പോയിരുന്നല്ലോ. മതിൽ പണി അവര് താറുമാറായതിനെ മുന്നോട്ട് പോകാതെ ഒന്നും ആകാത്ത വിധത്തിൽ. എന്നാൽ ഞാൻ പറഞ്ഞു, എന്നെ ദൈവം വിളിച്ചെങ്കിൽ കൊല്ലാൻ വരുന്നവൻ ഇങ്ങോട്ട് വരത്തില്ല. അവൻ രാത്രിയിലോ പകലോ ഒരു സമയത്തും അവൻ വരാൻ കഴിയത്തില്ല. ദൈവം ഏൽപ്പിച്ച നിയോഗം പൂർത്തീകരിക്കുന്നത് വരെ ഒരു ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. ഈ ദിവസം ദൈവമക്കളെ നമുക്ക് ബോധ്യമുണ്ടാകണം. ദൈവം എന്നെ ഇവിടെ ആക്കിയെങ്കിൽ ഈ ഭൂമിയിൽ എന്റെ ശുശ്രൂഷ തീരാതെ, എന്നെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി തീരാതെ എന്നെ തൊടാൻ ആർക്കും കഴിയത്തില്ല. യേശു കർത്താവിന്റെ അടുക്കൽ ഇതേ രീതിയിൽ പിശാച് ഒരു പ്രവൃത്തി ചെയ്തു. മത്തായി സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം വേഗത്തിൽ പറഞ്ഞ വിഷയത്തിൽ കയറാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. യേശുവിനോട് പറയുന്ന വാക്കാണ്, ഇവിടം വിട്ട് പോയിക്കൊള്ളുക. മതി. ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നുവെന്ന് പറഞ്ഞു. അവിടെ യേശുവിനോട് പറഞ്ഞ വാചകതാണ്, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു. യേശു എന്തോ പറഞ്ഞു, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഈ ദിവസം തന്നെ ഉണ്ടാകും, ഞാൻ പോകത്തില്ല. ഹെരോദാവ് പോന്നോ? ഇല്ല. തന്റെ ദൗത്യം പൂർത്തീകരിച്ചപ്പം യേശു ക്രൂശിൽ വെച്ച് പറഞ്ഞു നിവർത്തിയത്. നമുക്ക് വളരെ ഉറപ്പുണ്ടാകണം.
ഭീഷണികൾ, അത് ഒരുപക്ഷെ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് പോലും തള്ളിക്കളയാൻ തക്കവണ്ണം എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയണം, ഇല്ല, എന്റെ അടിസ്ഥാനത്തിൽ യേശു. ഒരു വ്യക്തിയിലാണെങ്കിൽ ആ വ്യക്തി മറിഞ്ഞാൽ ഞാനും മറിയും. നമ്മൾ ഓർത്താൽ മതി, എന്റെ അടിത്തറ ഇവിടെ, എന്റെ അടിത്തറ ദൈവത്തിലാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ പറയണം, എന്റെ ദൈവം ഇളകുന്നില്ലല്ലോ. ഇനി ഞാനൊരു കാര്യം ചേർത്ത് പറഞ്ഞോട്ടെ, നമ്മൾ പലപ്പോഴും ഇളകുന്നതിന്റെ കാരണമല്ല, അടിത്തറ ഒന്ന് പരിശോധിച്ചു. അടിത്തറ ഉറപ്പാണെങ്കിൽ ഇളകത്തില്ല. മനുഷ്യരിലല്ല, ഇവിടുത്തെ ഭൗതിക നന്മകളിലല്ല, ഇവിടുത്തെ ചില നേട്ടങ്ങളിലല്ല. നമ്മൾ നമ്മുടെ അടിത്തറ ഇടേണ്ടത് എപ്പോഴും ദൈവമക്കൾ പറയണം, എന്റെ അടിത്തറ ഇടുന്നത് എന്റെ യേശുവിനെ. എന്റെ യേശുവിനെ കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച് എന്റെ ജീവിതത്തിൽ ഈ അടിത്തറ ഇളക്കാൻ ലോകത്ത് ഒരു ശക്തിക്ക് കഴിയത്തില്ല. കാരണം എന്റെ ദൈവത്തെ ഇളക്കിയാലേ എന്നെ ഇളക്കാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ എന്റെ ദൈവത്തെ ഇളക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയത്തില്ലെങ്കിൽ ആ ക്രിസ്തുവിൽ അടിത്തറ ഇട്ടിരിക്കുന്ന എന്നെ ഇളക്കാനും കഴിയത്തില്ല. ഇനി ഞാൻ വേഗത്തിൽ പോണ സമയത്ത് പ്രകൃതിയുടെ രാമദാസൻ വചനം സംസാരിക്കേണ്ടതുകൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച വാക്കൾക്ക് നാമം കൊടുക്കാം. ഈ അടിത്തറ ഞാൻ പറഞ്ഞു യേശുവിലാണ്, ക്രിസ്തുവിലാണ് എന്റെ അടിസ്ഥാനം. ക്രിസ്തുവിലുള്ള അടിസ്ഥാനം മറിയാതിരിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ വാക്യങ്ങൾ വായിക്കാം. തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 19 വാക്യം വായിച്ചോളൂ. 2 തിമോത്തിയോസ് 2:19. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. മതി, ആ ഭാഗം വായിച്ചത്. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ അടിസ്ഥാനം സ്ഥിരതയുള്ളതാണ്. അപ്പൊ നമ്മുടെ അടിസ്ഥാനമല്ല ദൈവത്തിന്റെ അടിസ്ഥാനം സ്ഥിരമുള്ളത്. അടുത്ത വാചകം ആ വാക്ക് ഞങ്ങളോട് പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ അടിസ്ഥാനം സ്ഥിരമുള്ളത്, ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരെ ആർക്കറിയാം? കർത്താവിന്. ഇനി നമ്മൾ ചോദിച്ചോളാം, നമ്മളോട് ചോദിക്കും, ഞാൻ ആ അടിസ്ഥാനത്തിലാണോ? ദൈവത്തിന്റെ അടിസ്ഥാനം സ്ഥിരമുള്ളത്, ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരെ കർത്താവിനറിയാം. ഞാൻ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിൽക്കുന്നെങ്കിൽ എന്നെ ദൈവത്തിനറിയാം. നമുക്കറിയാമല്ലോ, അടിത്തറ അല്ലെങ്കിൽ മൂലക്കല്ലിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന കല്ലിട്ട് മുകളിലേക്ക് പണിതുയർത്തുന്നത് പോലെ എന്റെ അടിസ്ഥാന കർത്താവിലാണെങ്കിൽ എന്റെ മുകളിലേക്കുള്ള പണി ഈ അടിസ്ഥാന കല്ലിന്റെ ബലത്തിലാണ്. ഈ ഭൂമിയിലെ ചെലവിലല്ല നമ്മൾ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ അടിസ്ഥാനം സ്ഥിരമാണ്. ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരെ എന്റെ കർത്താവിന് അറിയാം. ആ അടിസ്ഥാനം വിട്ടു മാറി പോകരുത്, ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാണ്. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ മതി. അവിടെ വീണ്ടും നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മറിയാതിരിക്കാൻ നമ്മൾ പറഞ്ഞു, യേശുവിന്റെ അടിസ്ഥാനം മറിയുന്നതല്ല. ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരെ കർത്താവിന് അറിയാം. വീണ്ടും ഇവിടെ പറയുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ അടിസ്ഥാനം യേശു കർത്താവ്. ആ മൂലക്കല്ലിനോട് ചേർത്ത് പണിതിരിക്കുന്ന അടിസ്ഥാന കല്ലുകളാണ് അപ്പോസ്തലന്മാർ, അപ്പോസ്തോലിക ഉപദേശം, ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനത്തിലും അപ്പോസ്തോലിക ഉപദേശത്തിലും നിൽക്കുന്നവൻ മറിഞ്ഞു പോകത്തില്ല. നമുക്ക് ഉറപ്പുണ്ടാകണം. ഞാൻ വീണ്ടും പറയുന്നു, യേശു അടിസ്ഥാനം, അപ്പോസ്തോലിക ഉപദേശം അടിസ്ഥാനം, ദൈവത്തിന്റെ വചനം എന്റെ അടിസ്ഥാനം. അവിടെയും ഇവിടെയും കേൾക്കുന്ന ചില വാക്കുകളും വാർത്തകളുടെ പുറകെ പോകാതെ
കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, സ്നേഹത്തിൽ അടിസ്ഥാനമിടണം. ദൈവം വളരെ എടുത്ത് പറയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പരിശോധിച്ചോണം. പറഞ്ഞല്ലോ, യേശു അടിസ്ഥാനം. ആ അടിസ്ഥാനം, സ്വർഗത്തിൽ അടിസ്ഥാനത്തിന് മാറ്റമില്ല. ആ അടിസ്ഥാനം നിലനിർത്തുന്നവനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അടിസ്ഥാനം വിട്ട് മാറിപ്പോയാൽ അവരെ ദൈവത്തിന് അറിയണമെന്നില്ല. പക്ഷെങ്കിൽ അടിത്തറ സ്വർഗത്തിൽ ആ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിർത്തുന്നെങ്കിൽ ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരെ അറിയുന്ന ദൈവമുണ്ട്. നമ്മൾ ദൈവത്തിന് പറയണം, കർത്താവേ, ആ അടിസ്ഥാനത്തിൽ നിൽക്കാൻ എനിക്ക് കൃപ തരണമേ. ബൈബിളിൽ പോവുകയാണ്, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം, അപ്പോസ്തലിക ഉപദേശം, ദൈവത്തിന്റെ വചനം, ഈ അടിസ്ഥാനത്തിൽ നിന്നാൽ ഇളകിപ്പോകത്തില്ല. സ്നേഹത്തിൽ അടിസ്ഥാനമിട്ടാൽ ഇളകിപ്പോകത്തില്ല. ഏറ്റവും കുറഞ്ഞത് ഈ 3 കാര്യങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിലുണ്ടോ? ഇളകിപ്പോകത്തില്ല. നമ്മളോട് ചോദിക്കും, ഇതെനിക്കോ? എന്തുകൊണ്ടാണ് ഞാൻ അളകുന്നത്? എന്റെ അടിസ്ഥാനം ഇവിടുത്തെ ചിലവരാണെങ്കിൽ ഇളകും. ഞാൻ വീണ്ടും പറയട്ടെ, ശൗലില്ല അടിസ്ഥാനമെങ്കിൽ ആ രാജാവ് താഴെ വീഴുമ്പോൾ അടിത്തറ ഇളകും. ഒരു ജോലിയില്ല നിങ്ങളുടെ അടിസ്ഥാനമെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അടിത്തറ ഇളകും. ഏതെങ്കിലും ഒരു വ്യക്തിയിലാണ് നിങ്ങളുടെ അടിസ്ഥാനമെങ്കിൽ ആ വ്യക്തി നാളെ നിങ്ങളോട് വിരോധമായാൽ നിങ്ങളുടെ അടിത്തറ ഇളകും. എന്നാൽ എന്റെ അടിസ്ഥാനം എന്റെ യേശുവിലാണെങ്കിൽ ആരൊക്കെ ഇളകിയാലും ആരൊക്കെ മാറിയാലും മാറ്റമില്ലാത്തൊരു കർത്താവ് എന്നോടൊപ്പം ഉള്ളപ്പോൾ ആ യേശുവിന്റെ അടിസ്ഥാനമാണെങ്കിൽ എനിക്ക് ഇളകാൻ കഴിയത്തില്ല. സ്വർഗത്തിൽ എന്റെ യേശുവിന്റെ അടിസ്ഥാനം സ്ഥിരമുള്ള ഈ അടിസ്ഥാനയിൽ നിൽക്കുന്നിടത്തോളം കാലം ലോകത്ത് ഒരു ശക്തിക്കും എന്നെ ഇളക്കാൻ കഴിയത്തില്ല. ദാവീദിനോട് ജനങ്ങൾ പറഞ്ഞ വാക്കാണ്, അടിസ്ഥാനം അറിഞ്ഞാൽ നീതിമാൻ എന്ത് ചെയ്യും? ഞാനോട് പറയുന്ന മറുപടി, അടിസ്ഥാനം അറിയില്ലല്ലോ. നമ്മൾ ഉറപ്പിച്ച് പറയണം, എന്റെ അടിസ്ഥാനം അറിയത്തില്ല, എന്റെ അടിസ്ഥാനം എന്റെ യേശു. ഒരു ചിന്തയോടൊപ്പം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമുക്ക് വളരെ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ശിഷ്യന്മാരോട് തന്റെ അടുക്കൽ വന്നവരോട് പറയുന്ന ചില വാക്കുകൾ. വിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള 12 വാക്യം. ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കിൽ 2 വീടുകളുടെ പണി. ഒന്ന് പാറമേൽ പണിത വീട്, ഒന്ന് മണലിന്മേൽ പണിത വീട്. ഇതിന്റെ പ്രത്യേകത, പലസ്തീൻ നാടിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശുവിന്റെ സംഭാഷണം അഥവാ പ്രഭാഷണം. യോർദാൻ നദിയുടെ തീരത്ത് വേനൽക്കാല വസതികൾ പലരും പണിയാറുണ്ട്. നമുക്കറിയാം, മരുഭൂമിയിലെ ചൂടേറിയ സമയത്ത് വേനൽക്കാലത്ത് അവർ പാർക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്തുന്നത് യോർദാൻ നദിയുടെ തീരത്ത്. എല്ലാവരെയും കൊണ്ട് ഒക്കത്തില്ല. അന്നത്തെ ധനാഢ്യന്മാരായ ആൾക്കാർ അവിടെ പോയി സ്ഥലം വാങ്ങി വീട് പണിയാറുണ്ട്. ഈ വീട് പണിയുമ്പോൾ 2 കൂട്ടരെ അവിടെ കാണിക്കുക. ഒന്ന്, ആഴം കുടിച്ച് അവിടേക്ക് 1-ാമത്തെ ഭാഗത്തിൽ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. 2-ാമത്തേത് മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ഒരു 3-4 മാസം ഇവർക്ക് ഈ വേനൽക്കാല വസതിയിൽ ഈ യോർദാൻ നദിയുടെ തീരത്ത് പാർക്കണം. അപ്പൊ ചില ആൾക്കാർ പറയും, എന്ന് പറയുന്നത് 3 മാസം, അത് കഴിഞ്ഞ് മഴ പെയ്യും, അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം, ഈ ചൂടുകാലത്ത് താമസിച്ചാൽ മതി. അവിടെയുള്ള നദിയിലെ മണൽ അല്പം ഒന്ന് മാറ്റിയിട്ട് അവിടെ വീട് പണിതവർ പോകും. ഈ വേനൽ കഴിയുമ്പോൾ ഇവർ തിരിച്ചു പോകും. വർഷകാലത്ത് കൊയ്ത്തുകാലത്ത് യോർദാന്റെ തീരം കവിഞ്ഞൊഴുകുമ്പോൾ ഈ വെള്ളം വന്ന് മണലിന്മേൽ പണിത വീടിനെ തട്ടും. ഈ വീട് ഇടിഞ്ഞ് താഴെ പോകും. അപ്പോൾ തന്നെ ചിലർ പറയുന്നു, അടുത്ത വർഷം ഇവിടെ താമസിക്കണമല്ലേ, പണിയുമ്പോൾ എങ്ങനെ മണലെത്താം?
നന്നായിട്ട് പണിയാണ്. ആ പാറ വരെ എത്തും. ആ പാറയിൽ അടിസ്ഥാനമായിട്ട് അവർ വീട് പണിതു. ഈ വീട് പണിത് കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ 3 മാസം കഴിഞ്ഞിട്ട് ഈ വീട് അടച്ചിട്ടിട്ട് അവരുടെ പഴയ വീട്ടിൽ പോകും. മഴക്കാലത്ത് മഴ പെയ്യും, പക്ഷെങ്കിൽ ഈ വീടിന് എന്തോ സംഭവിക്കത്തില്ല, ഇളക്കം നടത്തില്ല. ആ വാക്ക ഒന്നുകൂടെ 1 വയസ്സ് ആ 24, 26 മാസം വയസ്സ്. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും 26 ഈ രണ്ടുപേരുടെ പ്രത്യേകത പറയുന്നു. രണ്ടുപേരും വീട് പണിതു. ഒരാളുടെ അടിസ്ഥാനം മണലിന്മേൽ, ഒരാളുടെ അടിസ്ഥാനം പാറമേൽ. പാറമേൽ പണിത വീട് നിലനിന്നു, മണലിന്മേൽ പണിത വീട് തകർന്നു പോയി. അല്പം കൂടെ വിശദീകരണം ലൂക്കോസ് സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് ചിന്തിച്ച് വിശദീകരിക്കാം. 6-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 46 മുതൽ പറഞ്ഞു. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്തതല്ല ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചത്. ആഴെ പിടിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവർ തുല്യം. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോടടുത്തു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയി. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യം. ഒഴുക്കടിച്ച ഉടനെ അത് വീഴും. ആ വീട്ടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. വ്യത്യസ്തമായ ആശയങ്ങൾ ഇവിടുന്ന് കിട്ടുന്നത് ഞാൻ ആ ഭാഗത്തും വിശദീകരണം അവസാനിപ്പിക്കും. കർത്താവ് പറയുന്ന വാചകം നമ്മുടെ ചിന്ത അടിസ്ഥാനം എവിടെ, ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യം ഉറപ്പിച്ചു. സ്ഥിരമായ ഒരു അടിസ്ഥാന സ്വർഗത്തിനോട് അപ്പോസ്തലിക ഉപദേശം എന്ന അടിസ്ഥാനത്തിന്റെ, ദൈവവചനം എന്ന അടിസ്ഥാനത്തിന്റെ, സ്നേഹം എന്ന അടിസ്ഥാനത്തിന്റെ നമ്മൾ പണിയണം. ഇനി അടുത്ത പണിയെ കുറിച്ച് പറയുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും. കർത്താവിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം നിങ്ങളൊന്ന് മനസ്സിലിട്ട് ശ്രദ്ധിക്കണം. ഇവർ വിളിക്കുന്നത് എന്തോ കർത്താവേ, എന്തോ കർത്താവേ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് പറയുന്ന ലോർഡ്, എന്റെ കർത്തൃത്വം നടത്തുന്ന ആൾ. കർത്താവേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവേ എനിക്ക് നിന്നോട് ചോദ്യം ചോദിക്കാൻ റൈറ്റ് ഇല്ല. ഞാൻ ഒരാളെ കർത്താവേ എന്ന് വിളിച്ചാൽ എന്നിൽ കർത്തൃത്വം നടത്തുന്ന ആളാണ്. യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും, പക്ഷെ ഞാൻ പറയുന്നൊന്നും ചെയ്തില്ല, ചെയ്യത്തില്ല. അതന്നെ ഞാൻ എന്നെ കർത്താവാകുന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്കൂളിലൊരു അധ്യാപകനെ സാറിന് വിളിക്കുന്നു, സാറ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ആ കുട്ടിയോട് ടീച്ചറിന്റെ മനോഭാവം ഉണ്ടോ? അങ്ങനത്തെയാണോ? നല്ല കുഞ്ഞിമായിക്കോട്ടെ നിൽക്കാനല്ലേ. കർത്താവിനെ കർത്താവിനെ വിളിക്കും. അപ്പൊ കർത്താവ് പറയും നീ ഇന്നത് ചെയ്യും, എന്നെ കൊണ്ട് പറ്റത്തില്ല. പിറ്റേ ദിവസം വന്ന് വീട് വിളിക്കും, കർത്താവേ എന്റെ മോന്റെ വിഷയത്തിന്മേൽ അങ്ങ് ഇറങ്ങി വന്ന വലിയവ ചെയ്യണമേ. കർത്താവ് പറയും കുഞ്ഞെ നീ ഇന്ന കാര്യം ചെയ്യും, അതെന്നെ കൊണ്ട്. ഞാൻ മനസ്സിലാക്കണം. പ്രാർത്ഥനയുണ്ട്. അങ്ങോട്ട് ഒത്തിരി കാര്യം പറയും. കർത്താവേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. ഞാൻ വിളിക്കുന്നത് കർത്താവേ എന്റെ കർത്തൃത്വം നടത്തുന്ന ആള്, എന്നെ ഭരിക്കുന്ന വ്യക്തിയെ അങ്ങയുടെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ഈ കർത്താവെ വിളിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പറയും. അപ്പൊ കർത്താവ് ഇങ്ങോട്ട് പറയുന്നു നീ ഇന്ന കാര്യം ചെയ്യും കുഞ്ഞ്. ഉടനെ പറയും എന്നെ കൊണ്ടത് പറ്റത്തില്ല. ഞാൻ നിങ്ങളെ പറഞ്ഞ ഒരു വലിയ വീട്ടിൽ അവന്റെ കാര്യസ്ഥലത്തിന് വേണ്ടി ചെന്ന അച്ഛ അച്ഛാന്ന് ഒരു 10 പ്രാവശ്യം വിളിച്ച് അമ്മച്ചാ നീ ഞാൻ പോയി പശുവിനെ കഴിച്ചോട്ടോ, അല്ല നീ പോയി ചിലപ്പോ വളമൊന്നുമില്ല. ഇതൊന്നും ഇവനെ കൊണ്ട് പറ്റത്തില്ല. വിളിയെന്തോ ചോദിച്ചോട്ടെ, ഈ മനുഷ്യൻ എത്ര നാളെ സഹിക്കും? കർത്താവിന്റെ ദൈവക്ഷമ കൊണ്ട്, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. പറയുന്നത് ഒന്നും ചെയ്യാനിട്ടും ഇന്നും പലതും തരുന്നത് മിടുക്കാന്ന് കരുതരുത്. ദൈവത്തിന്റെ ദീർഘക്ഷമ കൊണ്ട് നമുക്ക് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ
ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതല്ല. ഞാൻ ഇപ്പൊ ഒന്ന് ഇറങ്ങി പറഞ്ഞോട്ട് കർത്താവ് പറയാണ്, നിന്റെ പ്രാർത്ഥന കേട്ടാൽ, നിന്റെ ഭക്തി കണ്ടാൽ, നിന്റെ ചില ഇടപാട് കണ്ടാൽ നീ എന്നെ ഏറ്റവും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് തോന്നിപ്പോകും. പക്ഷെ നീ എന്താ ചെയ്യുന്നില്ല? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. കർത്താവ് തന്നെ എടുക്കൽ വന്നവരോട് പറഞ്ഞ വാക്ക് ഇന്ന് പകൽ ദൈവം നമ്മളോടാണ് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തം. നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നെങ്കിൽ അതിനകത്ത് എന്താ അർത്ഥം? നമുക്ക് ദൈവത്തോട് ഇന്ന് പകൽ ദൈവം അഭ്യർത്ഥിച്ചു പറയാം, കർത്താവേ അങ്ങ് ഞാൻ കർത്താവേ എന്ന് വിളിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് എന്തിനോട് കർത്താവ് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമുള്ളതാകട്ടെ ഇഷ്ടമില്ലാത്തതാകട്ടെ, ഒരു പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യവും കർത്താവിനോട് പറഞ്ഞു വരും. പക്ഷെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ആ കർത്തൃത്വം എന്റെ ജീവിതം നിറവേറത്തുള്ളൂ. നമുക്കറിയാമല്ലോ, അരാമിൽ നിന്ന് വന്ന സേനാധിപനായ നയമാന്റെ ചരിത്രം രാജകുമാരന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ നയമാൻ വന്ന് എലീശയുടെ മുമ്പിൽ വന്ന് കുമ്പിട്ട് കാര്യം പറഞ്ഞപ്പോൾ എലീശ പറഞ്ഞ കാര്യമുണ്ട്, നീ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി കുളിച്ചിട്ട് നിന്റെ വീട്ടിൽ പോകും. ഇയാൾ വന്നതെന്തിനാ? സൗഖ്യത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒന്നോട് പറഞ്ഞോട്ടെ, എലീശ ഇപ്പൊ അയാൾ കർത്താവാക്കി വെച്ചേക്കോ. എലീശയുടെ കർത്തൃത്വത്തിൽ നിൽക്കുക. ഈ കർത്തൃത്വത്തിൽ നിൽക്കുന്നവൻ കർത്താവ് പറയുന്ന അനുസരിക്കും. ഈ മനുഷ്യൻ പോകാൻ തുടങ്ങി. പക്ഷെ കൂടെ വന്ന ആൾക്കാർ പറഞ്ഞു, ഇതിലും വലുത് പറഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ലേ? കാരണം നമ്മളിപ്പോ ഒരു കർത്താവിന്റെ അടുത്ത് വന്നേക്കും. കർത്തൃത്വം നടത്തുന്ന നാടിന്റെ അടുക്കൽ നമ്മൾ വന്നപ്പോൾ ഇതിലും വലുത് പറഞ്ഞാൽ ചെയ്യത്തില്ലേ? ഇത് സിമ്പിൾ അല്ലേ? ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നമുക്കറിയാമല്ലോ, ആ കർത്താവ് പറഞ്ഞത് അനുസരിച്ചപ്പോൾ കയറി വന്നത് ഒരു ശിശുതുല്യമായ ശരീരത്തോട് കയറി വന്ന് കുഷ്ഠം മുഴുവൻ മാറിയത് കർത്തൃത്വം നടത്തുന്നാണ് പറഞ്ഞത് കേട്ടപ്പോൾ. ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാം. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് വീഞ്ഞു തീർന്നപ്പോൾ ആ തന്റെ അവിടെ നിന്ന് ആ ജോലിക്കാരോട് അല്ലെങ്കിൽ വെള്ളം കോരുന്നവരോട് പറഞ്ഞൊരു വാചകമുണ്ട്, ആ കൽപാത്രത്തിൽ വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു. യേശുവിന്റെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്തോണം. ദൈവമേ വീട്ടിൽ പറഞ്ഞോട്ടെ, പല പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നതിന് കാരണമല്ല ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയതല്ല. ആ കർത്താവിന്റെ ശക്തി ഇന്നും കുറവ് വന്നിട്ടില്ല. ഞാൻ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും പലതും അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് പകൽക്കാലം ആത്മാവിനെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ട്, കർത്താവേ എന്ന് വിളിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത്. ചിന്തിച്ചതിനപ്പുറമായിട്ട്, നിങ്ങളുടെ ഭാവനയ്ക്ക് അപ്പുറമായിട്ട് ദൈവത്തിന് വലതു ചെയ്തെടുക്കാൻ കഴിയും. ഈ കാര്യം നമ്മൾ ഞാൻ പറഞ്ഞോട്ടെ, കർത്താവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ കർത്താവെ എന്ന് വിളിക്കരുത്. ഞാൻ കർത്താവെ എന്ന് വിളിക്കുന്നെങ്കിൽ പറയുന്നത് അനുസരിക്കണം. യേശു കർത്താവ് വേദനയോട് ചോദിക്കുന്ന ചോദ്യം എല്ലാ പ്രിയപ്പെട്ട വചനങ്ങളും നടത്താട്ടെ. ഒന്നുകൂടെ ഉറക്കെ വായിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തോട് ഈ വചനം ഒരു ഉത്തരം പറയട്ടെ. എല്ലാ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആ വചനം ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങളെന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? കർത്താവ് പറയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണ്. കർത്താവെ എന്ന് വിളിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നത് ചെയ്യണം, അല്ലെങ്കിൽ കർത്താവെ എന്ന് വിളിക്കരുത്. യേശു പറഞ്ഞ അത്രയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അങ്ങോട്ട് പലതും പറയുന്നെങ്കിൽ, പറയുന്നതിനൊക്കെ ദൈവം എനിക്ക് മറുപടി നൽകുന്നെങ്കിൽ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനും ഞാൻ ബാധ്യസ്ഥ. നമുക്ക് ദൈവം പറയാം, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. അടുത്ത വാസന വായിച്ചു. എന്റെ വചനം കേട്ട് ചെയ്യുന്നവരെല്ലാം ഇന്നവരോട് തുല്യരെന്ന് ഞാൻ കാണിച്ചു തരാം. ആഴം കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ഞാൻ ഭാഗത്ത് വായിച്ചു ശ്രമിച്ചല്ലോ. ആഴം കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ആര് തുല്യൻ? കർത്താവേ കർത്താവേ എന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ചെയ്യാൻ പറയുന്നത് ചെയ്യുന്നവനാണ് അടിസ്ഥാനം
അടിസ്ഥാനത്തിന്മേൽ പണിയുന്നവൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ പണി എങ്ങനെ? അടിസ്ഥാനത്തിലാണോ? എന്നിട്ട് പറയുന്നു, കർത്താവെ വിളിക്കും, നാളെയും വിളിക്കും, അവസാന ശ്വാസം വരെ നമ്മൾ വിളിക്കും. അല്ല വേറെ ആരെ വിളിക്കുന്നത്? വേറെ പേരൊന്നുമില്ലല്ലോ നമുക്ക് വിളിക്കാൻ. മറ്റു നാമങ്ങളൊന്നും നമ്മുടെ നാമമേ വരത്തില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ തന്നെ വിളിക്കും, കർത്താവിനെ തന്നെ വിളിക്കാവുള്ളൂ. ഈ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ചെയ്താൽ, കർത്താവ് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, നീ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നു, ഞാൻ നിന്നോട് പറയുന്നത് ചെയ്താൽ നീ ആരാകും? അടിസ്ഥാനമുള്ളവരാകും. ഇനി അടുത്ത 19 വയസ്സുള്ളൂ, 49 വയസ്സ്. കേട്ടിട്ട് ചെയ്യാത്തവനോ മതി. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കേട്ടിട്ട് ചെയ്യാത്തവൻ, ഒന്ന് കേട്ടിട്ട് ചെയ്യുന്നവൻ. ഈ രണ്ട് കൂട്ടരും വിളിക്കുന്നതുണ്ടോ? കർത്താവ് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നു. അതിൽ ഒരു ഗ്രൂപ്പ് കർത്താവ് പറയുന്നത് ചെയ്യുന്നു, മറ്റൊരു ഗ്രൂപ്പും അവരും കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നു, കർത്താവ് പറയുന്നത് ചെയ്യുന്നില്ല. കർത്താവെ ഇതിൽ ഏത് ഗ്രൂപ്പിൽ ഞാൻ പെടും? നമ്മൾ ഒരു നിമിഷം നമ്മളെ ഒന്ന് വിലയിരുത്തിയാണ്. കർത്താവെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കൂട്ടായ്മയ്ക്ക് വരുന്നു, ആരാധനകളിൽ പങ്കെടുക്കുന്നു, ദൈവീയ സഭയുടെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ താല്പര്യം കാണിക്കുന്നു. എല്ലാം നല്ല കാര്യം. പക്ഷെ പറയുന്നത് കേൾക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് അടിസ്ഥാനമുണ്ട്. കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നില്ലെങ്കിൽ എനിക്ക് അടിസ്ഥാനമില്ല. ഇതെപ്പോഴാ തെളിയുന്നത്? നമ്മൾ പറയും ഞാൻ അടിത്തറയുള്ള വ്യക്തിയാണ്. നമുക്ക് ഒരു പക്ഷെ വർഷങ്ങളുടെ പാരമ്പര്യമൊക്കെ പറയാൻ പാടുമായിരിക്കും. ഇന്ന വർഷം മുതൽ ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നു. ആയിക്കോട്ടെ, പാരമ്പര്യമല്ല വരുന്നത്. പാരമ്പര്യത്തിൽ തട്ടിത്തെറിച്ച് നമ്മൾ വളരെ വിരുദ്ധ ഓർക്കണം. നമ്മുടെ പാരമ്പര്യം നമ്മൾ പുകഴ്ചയൊക്കെ പറയാൻ നമുക്ക് പലത് കാണും. പക്ഷെങ്കിൽ പാരമ്പര്യമല്ല വലുത്, അടിസ്ഥാനമാ വലുത്. ആ വാചകം ഇനി നമ്മൾ ഒന്നുകൂടെ 48-ാം വാക്യത്തിന്റെ സെക്കൻഡ് ഭാഗം. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ശ്രദ്ധിച്ചോ? വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോടടിച്ചു. അത് നല്ലവണ്ണം പണിതിരിക്കുന്നത് കൊണ്ട് എങ്ങനെ ഈ നല്ലവണ്ണം പണി നടത്തി? വീടും ആ വെള്ളപ്പൊക്കം എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് വരാം. എങ്ങനെ നല്ലവണ്ണം പണിയുന്നു? കർത്താവിനെ വിളിക്കുന്നു, കർത്താവ് പറയുന്നത് അനുസരിക്കുന്നു, അവരാ നല്ലവണ്ണം പണിയുന്നു. നല്ലവണ്ണം പണിയാണോ നമ്മുടെ? ആദ്യ ഭാഗമുണ്ട്, കർത്താവിനെ വിളിക്കുന്നുണ്ട്, അതിന് ഒരു കുഴപ്പമില്ല. രാവിലെ വൈകിട്ടും ആവശ്യ സമയത്തൊക്കെ വിളിക്കും. പ്രശ്നം വരുമ്പോൾ നമ്മൾ ആരെ വിളിക്കും? കർത്താവിനെ. ഒന്ന് വീഴാൻ തുടങ്ങി അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതിസന്ധി മുന്നിൽ വന്നു വിട്ടു, അന്നേരം വിളിക്കുന്ന കർത്താവിനെ. വേറെ ആരെയും വിളിക്കുന്നില്ല, ഈ കർത്താവിനെ വിളിക്കുന്നു. കർത്താവ് പറയുന്നത് കേട്ടാൽ അവിടെ പറയാണ്, അവൻ നല്ലവണ്ണം പണിതേക്കും. ഈ ദിവസം മക്കളെ നമ്മുടെ പണി നല്ലവണ്ണമുള്ള പണിയാണ്. അടുത്ത 47-ാം വചനം. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മതി. ഓർക്കണം, ആ വീടിന്റെ വീഴ്ച ഞാൻ പറഞ്ഞ അവസാനിച്ചേക്കാം. ഏത് വീടിന്റെ? നമ്മുടെ ചിന്തയിലോട്ടൊന്നും കയറില്ല. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നു, കർത്താവ് പറയുന്നത് ഒന്നും കേൾക്കാതിരിക്കുന്നവന്റെ വീഴ്ച വലിയത്. വേഗത്തിൽ അവസാനിപ്പിക്കും. ഒഴുക്ക് എപ്പം വരുമെന്ന് അറിയത്തില്ല, വെള്ളപ്പൊക്കം എപ്പം വരുമെന്ന് അറിയത്തില്ല, കാറ്റെപ്പം വരുമെന്ന് അറിയത്തില്ല. ഒരു പ്രശ്നം എപ്പോ എന്റെ നേരെ വരും ആർക്കും പറയാൻ പറ്റില്ല. അടുത്ത വർഷം ഈ ദിവസം ഞാൻ ഭൂമിയിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു രോഗം എപ്പോഴാണ് നമ്മളെ പിടിക്കുന്നത് പറയാൻ പറ്റും. എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നി ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു സ്കാൻ ചെയ്യും. അദ്ദേഹത്തിന് സംശയം തോന്നി, അല്പം കൂടെ വിശദമായി സ്കാൻ ചെയ്തു. 10 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് കൈക്കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. ഇതെപ്പോ സംഭവിക്കും പറയാൻ പറ്റുമോ? ഇതൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. എപ്പോഴാ ഒഴുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ആ ഒഴുക്ക് വന്ന് വെള്ളം പൊങ്ങിയാലും കാറ്റൊടിച്ച് വീടിനോട് അലച്ചാലും താഴെ വീഴാതിരിക്കണമെങ്കിൽ
എന്റെ പണി അടിസ്ഥാനമുള്ളതാണ്. ഇന്നത്തെ ദൈവമക്കളെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, യേശു എന്ന അടിസ്ഥാനത്തിൽ പണിതാൽ നിന്റെ വീടിന് നേരെ എത്ര ശക്തമായ കാറ്റടിച്ചാലും, വെള്ളം എത്ര ശക്തമായി ഉയർന്നു പൊങ്ങിയാലും, അത് വന്ന് അടച്ചാലും, ഈ വെള്ളം പോയി കഴിയുമ്പോൾ വീട് അതുപോലെ അവിടെ നിൽക്കും. കൃപ, ദൈവകൃപ. എന്നാൽ മണലിന്മേലാണ് പണിതതെങ്കിൽ ആ വീട് നല്ലൊരു ഒഴുക്ക് വന്നാൽ മതി, ആ വീട് നിന്ന സ്ഥലം പോലും പിന്നെ അതിനെ അറിയാത്ത രീതിയിൽ അത് മാറിപ്പോകുമെങ്കിൽ, ഇന്നൊക്കെ നമുക്ക് ദൈവകൃപ, കർത്താവേ അടിസ്ഥാനത്തിന്റെ പണിയാൻ എനിക്ക് കൃപ തരണം. കൃപ, ദൈവകൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഞാൻ വാക്കുകൂടെ പറഞ്ഞോട്ടെ, നമ്മൾ കർത്താവിനെ വിളിക്കുന്നവരാണ്, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരാണ്. ഇത് നാട്ടുകാർക്കെല്ലാം അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കെല്ലാം അറിയാം. എന്നാൽ ഒരു ചെറിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ പതറിപ്പോയാൽ എന്റെ വീഴ്ച വലുതാണ്. എന്താ പറഞ്ഞോട്ടെ, ദൈവത്തെ വിളിക്കാത്തവനും എനിക്ക് നേരിട്ട് അതേ പ്രശ്നം നേരിട്ടു, അവനും തകർന്നു. ദൈവത്തെ വിളിച്ചിട്ട് ദൈവം പറയുന്നത് കേൾക്കാത്തവന് അവന്റെ നേരെ പ്രശ്നം വന്നപ്പോൾ അവനും തകർന്നു. പക്ഷേ നാട്ടുകാർ പറയുന്നത് എന്താ? അവൻ ബന്ധുക്കോസുകാരനല്ലേ, അവര് പൊട്ടിപ്പാടുന്നവരല്ലേ, അവര് നമ്മുടെ കൂട്ടൊന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെ അവര് തകർന്നു പോയത്? ഈ പകൽ മക്കളെ വചനം നിങ്ങളെ വിളിച്ചു പറയട്ടെ, തകരാനല്ല കർത്താവിനെ വിളിച്ചത്, പ്രതിസന്ധിയുടെ നടുവിലും പിടിച്ചു നിൽക്കാനല്ല കർത്താവിനെ വിളിച്ചത്. വചനം കയ്യിലെടുത്തുകൊണ്ട് വിളിച്ചു പറയണം, കർത്താവേ ഈ വചനം വിട്ട് കരങ്ങളൊന്നും എടുക്കാമോ? വചനം കരങ്ങളിലൊന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവമക്കളെ പറഞ്ഞാട്ട് ഈ വചനം എന്ന അടിസ്ഥാനത്തിന്റെ പണിതാൽ ഞാൻ പാതവഴി പോകത്തില്ല. ഈ വചനത്തിൽ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവേ ഈ ദിവസങ്ങളിൽ എന്നെ അതിനിടയാക്കണം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഒരു നിമിഷം ദാവീദിനോട് ജനങ്ങൾ പറഞ്ഞു, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തോ ചെയ്യും? ദാവീദ് പറഞ്ഞില്ല, മറിയത്തില്ല, എന്റെ അടിസ്ഥാനം സ്വർഗത്തില, എന്റെ അടിസ്ഥാനം ദൈവത്തില. ഇന്ന് ദൈവമക്കളെ നമുക്ക് ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, സ്വർഗത്തിൽ ദൈവത്തിന്റെ അടിസ്ഥാനം സ്ഥിരമാണ്. ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പോസ്തലിക ഉപദേശത്തിൽ ദൈവവചനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പണിയുന്നവൻ കുലുങ്ങി പോകത്തില്ല. സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട് അങ്ങനെ ഇളകി പോകത്തില്ല. കർത്താവെ എന്ന് വിളിക്കുന്നതോടൊപ്പം കർത്താവ് പറയുന്നതും കേട്ടാൽ എന്റെ അടിസ്ഥാനം ഇളകത്തില്ല. വളരെ ഉറക്കണം. കർത്താവെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവനും ചില വെള്ളപ്പൊക്കം ഉണ്ടാകാം, അവന്റെ നേരെയും കാറ്റടിക്കാം, അവന്റെ നേരെയും തിരമാലകൾ വരാം, ആ വീടിന് നേരെയും മഴ പെയ്യും. പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്തുക, ഞാൻ അടിസ്ഥാനം വിട്ട് പണിതിരിക്കുന്നതെങ്കിൽ ഒരു പ്രതിസന്ധിക്കും എന്നെ ഒലയ്ക്കാൻ കഴിയത്തില്ല. അത് വന്ന് എന്നെ തട്ടിത്തെറിച്ച് മാറിപ്പോകും. എന്നാൽ അടിസ്ഥാനമില്ലാത്തവനെ അത് തട്ടിത്തെറിപ്പിച്ച് താഴെ കളയും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ ദിവസങ്ങളിൽ അടിത്തറയിൽ നിൽക്കാൻ എന്നെ സഹായിക്കണം. ഈ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഞാൻ പതറി പോകത്തില്ല, ഞാൻ ഇളകി പോകത്തില്ല, ലോകത്ത് ഒരു ശക്തിക്ക് വരെ ഇളക്കാൻ കഴിയത്തില്ല. ഇന്ന് ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് നമുക്ക് ദൈവത്തിൽ നിന്ന് നന്ദി കയറ്റി അല്പസമയം ദൈവത്തെ പാഴ്ചിന്മാരുടെ നമ്മൾ സമയത്ത് വന്നിരിക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ, ശാരീരിക പ്രയാസമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, നിങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ മതിയാകും. എഴുന്നേറ്റ് നിൽക്കാൻ കഴിവുള്ളവർ, ആരോഗ്യമുള്ളവർ എഴുന്നേറ്റ് കരങ്ങൾ